ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം. മലാക്ക കടലിടുക്കിനു മുകളിൽ ഇന്നലെ രൂപപ്പെട്ട സൻയാർ ചുഴലിക്കാറ്റിനു പിന്നാലെ ബംഗാൾ ഉൾക്കടലിനും ശ്രീലങ്കയ്ക്കും മുകളിലായി അടുത്ത ചുഴലിക്കാറ്റ് ഉടൻ രൂപപ്പെടുന്നു. മേഖലയിൽ നിലവിലുണ്ടായിരുന്ന തീവ്രന്യൂനമർദ്ദം ഇന്ന് പുലർച്ചെയോടെ അതിതീവ്രന്യൂനമർദ്ദമായി മാറിയെന്നും ഇത് അടുത്ത 12 മണിക്കൂറിനുള്ളിൽ ചുഴലിക്കാറ്റായി മാറുമെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു. ചുഴലിക്കാറ്റായി മാറിയാൽ യമൻ നിർദ്ദേശിച്ച ദിത്വ എന്ന പേരിലാണ് അറിയപ്പെടുക. യമനിലെ സുകുത്ര ദ്വീപിലുള്ള പ്രശസ്തമായ ഒരു കായലിന്റെ പേരാണ് ദിത്വ. ദിത്വ ചുഴലിക്കാറ്റ് രൂപപ്പെട്ട് തുടർന്നുള്ള 48 മണിക്കൂറിൽ വടക്കുപടിഞ്ഞാറൻ ദിശയിൽ തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലേക്കും ശ്രീലങ്കൻ തീരത്തേക്കും നീങ്ങി വടക്കൻ തമിഴ്നാട്, പുതുച്ചേരി, തെക്കൻ ആന്ധ്രാപ്രദേശ് തീരത്ത് എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു. ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്താൽ ഈ 3 സംസ്ഥാനത്തും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിനു നേരിട്ടുള്ള ഭീഷണി നിലവിലില്ല. ഒറ്റപ്പെട്ട മഴ ചിലയിടങ്ങളിൽ ലഭിച്ചേക്കും. അതിനിടെ ഇന്നലെ രൂപപ്പെട്ട സൻയാർ ചുഴലിക്കാറ്റ് ശക്തി കുറഞ്ഞ് ഇന്ന് പുലർച്ചെയോടെ അതിതീവ്രന്യൂനമർദ്ദമായി മാറി. കിഴക്കൻ ദിശയിൽ സഞ്ചരിക്കുന്ന സിസ്റ്റം വീണ്ടും ശക്തി കുറഞ്ഞ് ഇന്ന് വൈകിട്ടോടെ തീവ്രന്യൂനമർദ്ദമായി മാറുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു. കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.